അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങൾ നേരെ മലാനിക്കുള്ള പരിപാടിയാണ്. ഫുള്ള് ലഗേജൊക്കെ പാക്ക് ചെയ്തു. അധികം ലഗേജ് ഒന്നും എടുത്തില്ല. ഓടിച്ച് നടക്കാനുള്ള ലഗേജ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജെറിന്ന് തെറിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച വരെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ബാക്കി. അപ്പോൾ നമ്മൾ താമസിച്ച ജെറിയിൽ ഈ പ്രോപ്പർട്ടിയിലോട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പാർവതി ഡ്രൈവ്. അപ്പോൾ ഈ നെയ്മാരും മറക്കണ്ട. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു അടിപൊളി വ്യൂ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ടാക്സി ഒക്കെ എടുത്തു. ഈ മലാന, ഈ സിസ്റ്റം മലാനയിൽ ഭയങ്കര ഫേമസ് ആണ്. ഈ സിസ്റ്റം ഭയങ്കര ഫേമസ്. ഇതുപോലത്തുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, ഇതുപോലത്തുള്ള റോപ്പ് വൈസിലായിട്ടായിരിക്കും ഇവരെല്ലാ സാധനങ്ങളും ക്യാരി ചെയ്ത് മലാനയിലേക്ക് എത്തിക്കുന്നത്. അത്യാവശ്യം ഓൾട്ടിറ്റ്യൂഡിലായിട്ടുള്ള മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതിൽ മോട്ടർ കണക്ട് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ മലാനയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും നമ്മൾ മലാന എത്തിയിട്ടില്ല. മലാനയ്ക്ക് കയറുന്ന വഴി തന്നെയാണ്. അടിയിൽ നമുക്ക് മലാന റിവർ വന്നു. അതെ, നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് മലാന റിവറിൻ്റെ സൈഡിലായിട്ട് ഫുഡ് അടിക്കാനുള്ള നാടൻ റോഡ് വീലർ എടുക്കുന്നുണ്ട് ഇവിടെ. ഇതിന്റെ വിശേഷം നാടൻ റോട്ടൻ ദേശം കിട്ട് ടാൻ 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 ടാൻ. ഞങ്ങൾക്ക് മീൻവയൽ കിട്ടിയൊരു വീഡിയോ ആണ് ഇത്. നമ്മുടെ നാട്ടിലെ അവസ്ഥയില് തുമ്പി കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും. ആദ്യം മുട്ട വന്നു, ചായ വന്നു, മോമോസും വന്നു കേട്ടോ. മലാന റൈഡും ആലു പൊറോട്ടയൊക്കെ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ അത് തിന്നു തീർത്തു. വിശപ്പുണ്ട്. മലാനയുടെ ബാക്കി അവശിഷ്ട പത്രം വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാമൊക്കെ മൊത്തം പോയിട്ടോ. ആ വാളും അതിന് കണക്ട് ചെയ്യണ ഇവിടെ ഇപ്പുറ സൈഡിൽ തന്നെയായിട്ട് ഒരു റിട്ടേണിംഗ് വാളും കൂടി ഉണ്ട്. അത് രണ്ടും പോയേക്കാണ്. പുതിയ വാളും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കണം. എല്ലാം നശിച്ചു കിട്ടും, ഒന്നുമില്ല. ശരിക്കും ഇവിടെ നോക്കുമ്പോൾ അതിന്റെ കറക്റ്റ് വിഷയം കിട്ടും. ഓൾട്ടോ ദ മൗണ്ടൻ കിങ് കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ മലാനയുടെ ഫസ്റ്റ് ട്രക്കിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയയിലേക്ക് റോഡില്ല, കുറച്ച് ഏരിയയിലേക്ക് റോഡുള്ളൂ. നമ്മളത് ബൈ റോഡ് കാർ എടുത്ത് പോന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയുള്ള റോഡുകളൊക്കെ അടിപൊളിയായിരുന്നേ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഓൾറെഡി സ്റ്റെബിലൈസേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ തീരെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. വയർ പരിപാടി ചെയ്തുകൊണ്ട് മലാന എത്തിയേക്കാണ്. അങ്ങനെ ഡാമൊക്കെ ഓൾറെഡി തന്നെ പൊട്ടി തവിട് പൊടിയായിരിക്കണ്ടോ. അവിടെ ഒന്നും അധികം വീഡിയോസ് എടുക്കാനും അലൗഡ് അല്ല. അവിടെയൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വീഡിയോസ് നോട്ട് അലൗഡ് എന്ന് വെച്ചാൽ. അതൊരു പ്രൈവറ്റ് സെക്യൂരിറ്റി പർപ്പസോടുകൂടി നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടായിരിക്കണം, അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ മലാന മൊത്തം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. മലാനയ്ക്കുള്ള സ്റ്റാർട്ടിങ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നു. ഇതെങ്ങനെയുണ്ട്? ഇതിന്റെ മുകളിലായിട്ടൊരു മരം നിൽക്കുന്നത് എഡ്ജിലാണ്. കുഴപ്പമില്ലാത്തൊരു ട്രക്ക് ചെയ്യണം കേട്ടോ. മുകളിലേക്ക് കയറാൻ മലാനയ്ക്കുള്ള വേലാണ്. റോഡ് കണക്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടേ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് പോയിക്കണേ. അപ്പോൾ ഒരു മൊത്തം ഉണ്ടാക്കുന്നുള്ളൂ. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ അവിടെ എത്തണ്ടേ. ആ അറ്റത്ത് കണ്ടോ ഒരു ടണല്, ആ ടണല് വരയ്ക്കുന്ന മൊത്തം. അപ്പൊ നമുക്ക് മലാനയ്ക്കുള്ള ട്രക്കിങ്ങില് ഒരു സുന്ദരനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. ഗ്രൂപ്പ് വലുതായി, മെമ്പേഴ്സ് കൂടി. കുറച്ച് നേരത്തേക്ക് ഇങ്ങനത്തെ ട്രക്കുകളായിരിക്കും. ഇപ്പോൾ മലാന ട്രക്ക് ചെയ്യാനായിട്ട് കുറച്ച് റിസ്കിങ് കൂടിയാണ്. കാരണം നമ്മുടെ
പ്രോപ്പറായിട്ട് വഴികളൊന്നുമില്ല. കുറച്ച് ഏരിയയിൽ കൂടെയാണ് വണ്ടിയൊക്കെ പോകുള്ളൂ. അപ്പോൾ നോക്കാം എവിടം വരെ എത്തുന്നുള്ളത്. അവസാനം നമ്മള് മേളിലെ റോഡ് ടച്ച് ചെയ്തു. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ നോക്കിയാലും വിഷയം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ട്രക്കിങ് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ട്രക്ക് കുറച്ച് അഡ്വഞ്ചറും കൂടിയാണ്, റിസ്കി ആണ്. കണ്ടോ ഈ സൈഡ് മൊത്തം റോഡൊക്കെ പോയേക്കുന്നതാണ്. ഫുള്ള് റോഡ്, അടിയിലത്തെ റോഡും മേളത്തെ റോഡൊക്കെ പോയേക്കുന്നതാണ്. ഇത് മൊത്തം സ്ലൈഡായി പോയിരുന്ന. പിന്നെ ഇത് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്ത് വേ റെഡി ആക്കി എടുക്കുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വഴിയൊക്കെ അടിപൊളി കേട്ടോ. ട്രക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, നൈസ് വൈബുണ്ട്, നല്ല കമ്പനി കിട്ടി, എല്ലാം അടിപൊളിയാണ്. അങ്ങനെ ചുമലാന ഈ സാധനം കണ്ടോ, ഇതാണ് റോപ്പ് വേ. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മലാനയ്ക്ക് എല്ലാ സാധനങ്ങളും കിലോ വൈസിൽ തന്നെയാണ് മേളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതും റോപ്പ് വൈസ് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കൃത്യമായിട്ടുള്ള ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ സാധനങ്ങൾ അതേപടി തന്നെ നമ്മളെ വില്ലേജിൽ എത്തിക്കിട്ടും. അപ്പൊ ഇതുണ്ടോ മലാന പോണ വഴിയിലുള്ളൊരു ടണല്, ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മളോട് പിള്ളേരുണ്ട് കേട്ടോ, എല്ലാവരും പിറകിൽ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളി ടണലാണ് അല്ലേ, കളർഫുൾ ടണലാണ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ, ലൈറ്റ് വേണ്ടായിരുന്നു, ഫ്ലാഷ് ഇട്ട് അടിച്ചാലോ. അടിപൊളി ടണലാട്ടോ, രക്ഷില് നടക്കുന്നവർ അടിപൊളിയാ. ഈ എക്സ്പീരിയൻസ് ഒക്കെ ഇത് ഈ ടൈമിൽ തന്നെ എല്ലാവർക്കും മാത്രമേ കിട്ടുള്ളൂ. അടിപൊളിയുണ്ട് എന്തായാലും. ഇതൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ച സാധനങ്ങൾ, പക്ഷെ എന്നാലും കുഴപ്പമില്ലാട്ടോ, അടിപൊളിയുണ്ട്. ഓക്കെ, ഭയങ്കര സംഭവം ഉണ്ടോ ഇത്. ഇത് മൊത്തം കളർഫുൾ ആണ്, ഫുള്ള് കളർഫുൾ റോക്സ് ആണ്, ഭയങ്കര സംഭവമാണ്. ഈ ടണലിൽ നടക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്റെ വൈകി തന്നെ. സാറിന് ഇവിടെ വണ്ടിയൊന്നും നിർത്താൻ സമ്മതിക്കില്ല കേട്ടോ. അടിപൊളി അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് സൂപ്പർ സാധനം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാഗ്യം കേട്ടോ. കാരണം വെച്ചാൽ ആരുമില്ല, നമ്മൾ നടന്നു വരണം, അടാറ് വ്യൂ. പഴയ ഓൾഡ് കൺസ്ട്രക്ഷൻ, അടിപൊളി. മാക്സിമം വരുമല്ലോ കേട്ടോ, മാക്സിമം വരുമല്ലോ കൊണ്ട് തന്നെ അവിടുത്തെ റോഡും കാര്യങ്ങളുടെ ഒക്കെ പണിയും കാര്യങ്ങളൊക്കെ തീരും. പിന്നെയെന്ന് പറയാനായിട്ട് പിന്നെ ഡാം, അത് 2 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം എന്തായാലും ഫാസ്റ്റ് ആയിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഉഷാറാവട്ടെ. മലാനയുടെ ഈ ഒരു സൈഡ് മൊത്തം പോയി കിടക്കാണ്ടോ, ഫുള്ള് പോയി കിടക്കാണ്, ഇത്രയും ഭാഗം പോയി കിടക്കാണ്. അപ്പൊ റോഡ് ആക്സസ് എന്ന് പറയാനായിട്ട് ഈ വഴിക്ക് റോഡ് ആക്സസ് ഉണ്ടായിരുന്നു, അതിവിടെ വന്നപ്പോൾ ബ്ലോക്കായി. പിന്നെ പുതിയതവർ ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് ട്രക്കിംഗ് എടുത്ത് നടന്ന് ക്ഷീണിച്ചതിന്റെ പേരിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കാണ്. അടിപൊളി സ്പോട്ടാണ്, അടിപൊളി ട്രക്കിംഗ് ആണ്, അടിപൊളി. മുന്ന് പറഞ്ഞ പോലെ ചെയ്ത് ഇതുപോലെ തന്നെയാണ് ഇവരുടെ എല്ലാ സാധനങ്ങളും ഈ റോപ്പ് പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്. അവസാനിച്ചു പോയ ഫ്ലഡിന്റെ ബാക്കി പത്രങ്ങളാട്ടോ ഇത് മൊത്തം. മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, റോഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൽ കൂടെയാണ് നമ്മുടെ ബാക്കി ട്രക്ക്. അതൊക്കെ ഏകദേശം അറ്റത്ത് വരെ എത്തണം, അതിന്റെ ടോപ്പില് ഫോൺസൊക്കെ ഭയങ്കര ഗ്രീനിഷാണ്. കോവി സലുസ്കോ എന്ന് പറഞ്ഞ മലാനയില് എവിടെയൊക്കെയാ പോണേന്നുള്ള അർത്ഥമാണ്. നമ്മളിവിടെയുള്ള ലോക്കല് ആശാൻ പഠിപ്പിച്ചു തന്നോട്ടോ. നല്ല മുട്ട മൈൻസ് വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്, അടിപൊളി. മക്കളെ റിയൽ അഡ്വഞ്ചർ ഞങ്ങൾ ഇനി കയറി പോകാൻ പോണത് ഇതിൽ കൂടെ ഉണ്ടോ. ഞങ്ങക്ക് പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ അഡ്വഞ്ചർ പിടിക്കാൻ തീരുമാനിച്ചു. പറയാൻ പറ്റില്ല എന്താവുന്നു, ഒരു ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അവനെന്താ കണ്ടൊക്കെ കാണിച്ച് ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളും മലാന ക്രോസ് ചെയ്യണത് ഇങ്ങനെയാണ്. ഛേ, മലാന റിവർ ക്രോസ് ചെയ്യണത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നൈസായിട്ട് ഇതിന് മുന്നേ പോയിട്ടോ, അല്ലെങ്കിൽ സെറ്റായിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്തെത്തി. നമ്മള് നൈസായിട്ട് ഈ റിവർ ഇങ്ങനെ നീറ്റായിട്ട് ക്രോസ് ചെയ്തെത്താൻ പോകുന്നു. കുഴപ്പമൊന്നുമില്ല, ഈസി പീസി. വരുന്നുണ്ടേ അഗസ്റ്റിൻ വരുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കണേ. ഇതാണ് റിയൽ അഡ്വഞ്ചർ, ഞങ്ങളുടെ മലാന അഡ്വഞ്ചർ.